മനുഷ്യൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനാവശ്യമായ ഭക്ഷ്യക്രമത്തിൽ നാരങ്ങ എന്ന ഫലത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. മുൾച്ചെടി വംശത്തിൽപ്പെട്ട നാരകം ഒരു ഉഷ്ണമേഖലാ സസ്യം കൂടിയാണ്. ഭാഗിക ഉഷ്ണമേഖലാ പ്രദേശത്തും നാരകം സമൃദ്ധമായി വളരുന്നത് കാണാം. നാരകവർഗത്തിൽ 10-ലേറെ ഇനങ്ങൾ ഉണ്ടെങ്കിലും ചെറുനാരകം എന്ന ചെടിയിലെ നാരങ്ങ സവിശേഷതയാർന്നതാണ്. മനുഷ്യ ശരീരത്തിനാവശ്യമായ നിരവധി പോഷക ഘടകങ്ങൾ ചെറുനാരങ്ങയിലടങ്ങുന്നു. 100 ഗ്രാം ചെറുനാരങ്ങ നീരിൽ 88% ജീവകം സി അടങ്ങുന്നു. കൂടാതെ 1.1 ഗ്രാം പ്രോട്ടീൻ, 9 ഗ്രാം കാർബോഹൈഡ്രേറ്റ്, 2.5 ഗ്രാം പഞ്ചസാര, 2.8 ഗ്രാം ഡയറ്ററി ഫൈബർ, 2 മില്ലിഗ്രാം സോഡിയം, 1.38 മില്ലിഗ്രാം പൊട്ടാസ്യം, 3% ഇരുമ്പ്, 2% മഗ്നീഷ്യം, 2% കാൽസ്യം, 5% വൈറ്റമിൻ B6 എന്നിവയും ഉൾപ്പെടുന്നു. കട്ടിയുള്ള മഞ്ഞത്തോടിനുള്ളിൽ നീര് നിറഞ്ഞ അല്ലികളും വിത്തുകളുമായി ഹൃദ്യസുഗന്ധം പകരുന്ന ചെറുനാരങ്ങയെ മലയാള സാമൂഹികതയുടെ ഫലസൗന്ദര്യം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. വേനൽ ചൂടിൽ മലയാളി തിരയുന്ന ചെറുനാരങ്ങയുടെ കൃഷി മലയാളക്കരയിൽ വ്യാപകമായിട്ടില്ലെങ്കിലും നാരങ്ങയുടെ പ്രധാന വിപണന കേന്ദ്രം കൂടിയാണ് കേരളം. ചൂട് കാലാവസ്ഥ കൂടുതൽ ലഭ്യമാകുന്ന തമിഴ്നാട്, ആന്ധ്ര, ഇതര ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലാണ് ചെറുനാരങ്ങ വൻതോതിൽ കൃഷി ചെയ്തു വരുന്നത്. ഉപഭോക്താക്കൾ ധാരാളമുണ്ടെങ്കിലും മഴക്കാലമേറെയുള്ള കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ചെറുനാരക കൃഷി സുഗമമല്ല എന്നാണ് പല കർഷകരും കരുതിയിരുന്നത്. എന്നാൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ചില പ്രദേശങ്ങളിൽ നടന്ന ചെറുനാരക കൃഷിയിലെ വിജയം കർഷകരിൽ പ്രത്യാശ പകർന്നു. മറ്റ് കാർഷിക വിളകൾക്കൊപ്പം ചെറുനാരക കൃഷിയെയും അവർ കൂട്ടിച്ചേർത്തു. അക്കൂട്ടത്തിൽ ഒരു കർഷകനാണ് കൊല്ലം ജില്ലയിലെ മൺട്രോത്തുരുത്തിൻ്റെ സമീപ പ്രദേശമായ പെരിനാടുള്ള ഡോക്ടർ ജോർജ് വർഗീസ് എന്ന ആയുർവേദ ഭിഷഗ്വരൻ. പരമ്പരാഗത വൈദ്യശാസ്ത്ര കുടുംബാംഗമായ ഡോക്ടർ ജോർജ് വർഗീസ് പെരിനാട് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള തൻ്റെ കായൽവാരത്ത് ഹോസ്പിറ്റലിനോട് ചേർന്ന 4 ഏക്കർ ഭൂമി കൃഷിയിടമാക്കി മാറ്റുകയായിരുന്നു. കാർഷിക പാരമ്പര്യവും കൈമുതലായുള്ള ഡോക്ടർക്ക് കൃഷിയോട് ഏറെ ആഭിമുഖ്യമുണ്ടായിരുന്നു. ഞങ്ങൾ പാരമ്പര്യമായിട്ട് കൃഷിയിൽ താല്പര്യമുള്ള ആൾക്കാരാണ്. എൻ്റെ ഫാദറും എല്ലാം കൃഷി വളരെ താല്പര്യത്തോടുകൂടി ഈ ചികിത്സാ രംഗത്ത് നിൽക്കുന്നതോടുകൂടി തന്നെ കൃഷിയിലും വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ അന്ന് ജീവിച്ചൊരു മനുഷ്യനാണ്. ഞാൻ, എൻ്റെ മകന്, എൻ്റെ ഭാര്യ, ഞങ്ങളെല്ലാവരും ഈ കൃഷിയിൽ അവരെല്ലാവരും മോൻ ഡോക്ടറാണ്, പിന്നെ വൈഫും ഡോക്ടറാണ്. എന്നാൽ തന്നെയും ഞങ്ങൾ ഇതിനകത്ത് കൃഷിയിൽ വളരെ താല്പര്യത്തോടെ പോകുന്നു. വൈഫ് ഇടുക്കിക്കാരിയാണ്, അവർക്ക് കൃഷി വളരെ പ്രാധാന്യമായിട്ട് കൃഷിയിൽ താല്പര്യമുള്ളതാണ്. ഹോമിയോ ഡോക്ടറാണ്. മോൻ ആയുർവേദം കഴിഞ്ഞ ആളാണ്. ഞങ്ങളെല്ലാവരും കൃഷി താല്പര്യപ്പെട്ടു പോകുന്ന ആൾക്കാരാണ്. ആശുപത്രിയിലേക്ക് ആവശ്യമായ ഔഷധ സസ്യങ്ങളും
ഒപ്പം പച്ചക്കറികളും കൃഷി ചെയ്തു പോന്നിരുന്ന ഡോക്ടർ ജോർജ് വർഗീസിന് 70 സെന്റോളം വരുന്ന തൻ്റെ കൃഷിയിടത്തിന് മുകളിലൂടെ പോകുന്ന 110 kV വൈദ്യുതി ലൈൻ പ്രതിസന്ധി സൃഷ്ടിച്ചു. ഇത് അതിജീവിക്കാൻ ഉതകുന്ന കാർഷിക വിളകളെക്കുറിച്ച് ഡോക്ടർ ജോർജ് വർഗീസ് ചിന്തിച്ചു. തൽഫലമായാണ് ചെറുനാരക കൃഷിയിലേക്ക് എത്തിച്ചേർന്നത്. തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്നും 1 വർഷം പ്രായമായ ഗുണമേന്മയുള്ള നാരകത്തൈകൾ എത്തിച്ചു. ഈ കാണുന്നതാണ് എൻ്റെ ചെറുനാരങ്ങാത്തോട്ടം. ഇത് ഏതാണ്ട് 70-80 സെൻറ്റിനകത്തുണ്ട്. ഇത് ഇതിൻ്റെ മുകളിൽ കൂടെ ഈ വലിയ 11 kV വലിയ 11 kV വലിയ ഹൈടെക് വലിയ കറണ്ട് പോകുന്നുണ്ട്. അപ്പം അതൊരു അതിൻ്റെ അടിയിൽ നമുക്ക് വാഴ പോലും വയ്ക്കാൻ വയ്യാത്തൊരു സാഹചര്യം. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതിനെപ്പറ്റി എന്ത് ചെയ്യും, ഇത്രയും വസ്തു വെറുതെ ഇട്ടേക്കുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ എനിക്ക് മരുന്ന് കൊണ്ടുവരും തമിഴരുണ്ട്. അവരോട് ഞങ്ങൾ സംസാരിച്ച് പറയാം നമുക്ക് നാരങ്ങ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരാണ് ഈ ഇത് കൊണ്ടുവന്ന് നാരങ്ങ ഇവിടെ കൊണ്ടുവന്ന് അവർ തന്നെ വയ്ക്കുകയും ചെയ്തു. അപ്പം ഇത് വെക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ പറയുന്നൊരു 8 അടി അല്ല 8 മീറ്റർ ദൂരത്തിൽ ചെയ്യണമെന്ന് അവർ പറയുന്നത്. പക്ഷേ എനിക്ക് ആദ്യത്തെ ഒരു സംരംഭം ആയതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അത്ര അറിയത്തില്ലായിരുന്നു. ഞാൻ കുറേ കൂടുതൽ അടുത്ത് വെച്ചു. നമ്മുടെ കുറേ വെട്ടിക്കളയുകയും ചെയ്യേണ്ടി വന്നു. മണ്ണൊരുക്കി കുമ്മായം കലർത്തി 15 ദിവസങ്ങൾക്ക് ശേഷം 1.5 അടി വ്യാസത്തിലും ആഴത്തിലുമായി കുഴിയെടുത്ത് തൈകൾ നട്ടു. അടിവളമായി ചാണകവും കമ്പോസ്റ്റും നൽകി. പകൽ സമയത്ത് ഉച്ചവരെ വെയിൽ നേരിട്ട് ലഭിക്കുകയും ഉച്ചയ്ക്ക് ശേഷം ഭാഗികമായി വെയിൽ ലഭിക്കുന്നതുമായ സ്ഥലം നാരക കൃഷിക്കായി തിരഞ്ഞെടുക്കുന്നതാണ് അനുയോജ്യം. മഴക്കാലത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നാരകത്തൈകൾ നടുന്നതാണ് നല്ലത്. ഈർപ്പം വലിച്ചെടുക്കുന്നതിനും ഇളകിയ മണ്ണിലെ വേരോട്ടത്തിനും ഇത് പ്രയോജനപ്പെടുന്നു. വർഷകാല ആരംഭത്തിൽ തന്നെ ആദ്യ വളപ്രയോഗം നൽകാം. ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, കമ്പോസ്റ്റ് ചാരം, കുമ്മായം എന്നിവ ഒരു ചുവടിന് 5 കിലോഗ്രാം വീതം ഇട്ടുകൊടുക്കാം. ചാണകവും ആയുർവേദ ആശുപത്രിയിലെ പച്ചമരുന്നുകളുടെ അവശിഷ്ടവും കമ്പോസ്റ്റ് വളവുമാണ് ഇവിടെ ഡോക്ടർ ജോർജ് വർഗീസ് നാരകച്ചെടികൾക്ക് നൽകുന്നത്. ഒരു വർഷം 3 ഘട്ടങ്ങളിലായി ജൈവവളപ്രയോഗം നടത്താം. വളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് എനിക്ക് ആയുർവേദ ഹോസ്പിറ്റലായതുകൊണ്ട് ഒരുപാട് ഈ മരുന്നിൻ്റെ കൊന്തും അങ്ങനെ സാധനങ്ങളുണ്ട്. അതിട്ട് അതിനകത്ത് കോഴിയുടെ കാഷ്ടവും ചാണകവും കുമ്മായവും ചാരവും എല്ലാം കൊണ്ടിട്ട് കമ്പോസ്റ്റാക്കി എടുക്കുന്നത്. ആ കമ്പോസ്റ്റാണ് വാസ്തവത്തിൽ ഇതിനകത്ത് കൂടുതലായിട്ട് മിക്സ് ചെയ്തിടുന്നത്. പിന്നെ വെള്ളം നന്നായിട്ട് ഒഴിക്കും. വെള്ളം ഒഴിച്ചെങ്കിലേ ഇത് ശരിയാകുള്ളൂ. പിന്നെ കുമ്മായം പ്രധാനമായിട്ട് ഇടും. കുമ്മായം ഇട്ടെങ്കിലേ ഇതിന് നല്ല നീര് കിട്ടുകയുള്ളൂ നല്ല രീതി. പിന്നെ വെള്ളവും അതുപോലെ ഒഴിക്കണം. അതിന് ഒരു 1-2 ജോലിക്കാരുണ്ട്, തമിഴർ ഒക്കെ ഉണ്ട്. അവർ നല്ല രീതി ആ തമിഴർ തന്നെ ഒരു പയ്യനുണ്ട്, അവനെ കൂടുതലായിട്ട് അറിയാവുന്ന, അവനെ ഇതൊക്കെ എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ നാരക കൃഷിയിൽ ജലസേചനം അത്യന്താപേക്ഷിതമാണ്. നല്ല വെയിലും ഈർപ്പവുമാണ് ചെടികൾക്ക് വേണ്ടത്. കൃത്യമായ ജലസേചനം മൂലം നാരങ്ങയിൽ നീരിൻ്റെ അളവ് കൂടുന്നു. നാരങ്ങ തോട്ടത്തിനകത്തുള്ള പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ വേണം. തമിഴ്നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ ഇത്രയും കൂടുതലായിട്ട് നാരങ്ങ ഉണ്ടാകാൻ കാരണം. വെയിൽ വേണം, പിന്നെ വെള്ളവും വേണം. വെള്ളത്തിന് എനിക്ക് ബോർവെല്ലുണ്ട്, വെള്ളം ആവശ്യം പോലുണ്ട്. പിന്നെ വെയിൽ ഈ കമ്പിയുടെ അടിയിലായതുകൊണ്ട് മറ്റ് കൃഷികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ വെയിൽ കിട്ടുന്നുണ്ട്. ഇതൊരു ഏതാണ്ടൊരു 30-40 കിലോ ഇപ്പം നമുക്ക് പെർ ഡേ പറിക്കാൻ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ജാനുവരി മുതൽ നമ്മൾ ഇത് കൊടുത്തു തുടങ്ങും. ജാനുവരി ടു ജൂൺ ജൂലൈ ആ സമയം വരെ ഇത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ കുറേശ്ശെ കുറഞ്ഞു വരും. ഇപ്പം പൂത്ത് വരുന്നു. ഇപ്പം കുറേ വന്നു. ഇനിയിപ്പോൾ അടുത്തൊരു പൂത്തോണ്ടിരിക്കുക. ഈ വെയിൽ വന്നപ്പോഴത്തേക്ക് പൂത്തോണ്ടിരിക്കുക. അത്
പൂത്തുകൊണ്ടിരുന്നപ്പോൾ അത് 2-3 മാസം കഴിയണം ഒരു ഇത് പിന്നെ ഒരു ഇത് നമുക്ക് നല്ലൊരു ഈൽഡിങ് കിട്ടാം. 3 മാസം കഴിഞ്ഞെങ്കിൽ ശരിക്കും നാരങ്ങയായിട്ട് കൈ കിട്ടുകയുള്ളൂ. 4-ാം വർഷം മുതൽ നാരകച്ചെടി പൂവിടുകയും തുടർന്ന് നാരങ്ങ ഉൽപ്പാദിപ്പിക്കാനും ആരംഭിക്കുന്നു. ചില ചെടികളിൽ ഈ പ്രക്രിയ 5 മുതൽ 8 വർഷം വരെ കടന്നേക്കാം. സാധാരണ ജനുവരി മുതൽ മെയ് വരെയാണ് വിളവെടുപ്പ് കാലം. നട്ട് ഏതാണ്ട് 8 കൊല്ലം കഴിഞ്ഞു ഇതൊരു നല്ല രീതിയിൽ വളർന്ന് ഇതിൻ്റെ ഒരു ഈൽഡിങ് നമുക്ക് കിട്ടിത്തുടങ്ങിയപ്പോൾ. ബട്ട് ഇതിപ്പം 10-12 കൊല്ലമായ മരങ്ങളാണ്. 10-12 കൊല്ലമായി നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഓരോ മരത്തിൽ നിന്ന് നല്ലൊരു ഈൽഡിങ് കിട്ടുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ഇതാ നല്ല നാരങ്ങ, വലിയ വലിപ്പമുള്ള നല്ല നീരുള്ള നാരങ്ങ, തൊലി കട്ടി കുറവാണ് ഇതിന്. അതാണ് എൻ്റെ ഒരു നാരങ്ങയുടെ ഒരു പ്രത്യേകത. ഇത് 2 സൈസ് നാരകമാണ് ഉള്ളത്. ഒന്ന് നാടൻ നാരകവും മറ്റേ അപ്പുറത്ത് ബഡ് നാരകമുണ്ട്. എനിക്ക് നാടൻ നാരകത്തിൽ നിന്നാണ് കൂടുതൽ പ്രയോജനം. ഇവർ ബഡ് നല്ലതാണെന്ന് പറഞ്ഞ് കൊണ്ടുവച്ചെങ്കിൽ തന്നെ നാടനിൽ നിന്നാണ് എനിക്ക് കൂടുതൽ ഈൽഡിങ് കിട്ടിയത്. ഇപ്പോഴും നാടനാണ് കുറച്ചുകൂടെ എനിക്ക് നല്ലതായിട്ട് തോന്നിയത്. ഡോക്ടർ ജോർജ് വർഗീസ് നാരക കൃഷി തുടങ്ങിയിട്ട് ഇപ്പോൾ 15 വർഷം പിന്നിടുന്നു. 250-ലേറെ നാരക മരങ്ങളാണ് ഡോക്ടറുടെ തോട്ടത്തിലുള്ളത്. എല്ലാ മരങ്ങളും നിറഞ്ഞ് കായ്ച്ച് പരിമളം പരത്തുന്നു. ഈ നാരങ്ങയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മണമാണ്. ഞാനിത് വീട്ടിൽ കൊണ്ടിട്ട് ഒരു മുറി ഇട്ട് കഴിഞ്ഞാൽ ആ വീട് മുഴുവൻ നാരങ്ങയുടെ മണം, അത്രയും നല്ല മണമാണ്. പിന്നെ നല്ല നീര്, ഒരു 1/4 ഗ്ലാസ് എങ്കിലും ഒരു ചെറിയ നാരങ്ങ 1/4 ഗ്ലാസ് 1/2 ഗ്ലാസ്സിനകത്ത് ഒരു നാരങ്ങ പിഴിഞ്ഞാൽ നമുക്കതിൻ്റെ നീര് കിട്ടും. പിന്നെ നല്ല മണവും നല്ല ടേസ്റ്റ്, ഒരു പ്രത്യേക ഒരു മധുരം ചേർന്ന ഒരു ഇതാ. രോഗബാധ അധികമൊന്നും നാരകച്ചെടികളിൽ കണ്ടുവരുന്നില്ല. എന്നാൽ ഇലകളെ ബാധിക്കുന്ന ചില കീടങ്ങളുടെ ആക്രമണം കണ്ടുവരാറുണ്ട്. ഇതിനെ പ്രതിരോധിക്കുന്നതിനായി വേപ്പെണ്ണ കലർന്ന ജൈവ കീടനാശിനി പ്രയോഗമാണ് ഡോക്ടർ കൈക്കൊള്ളുന്ന ചികിത്സാരീതി. ഒരു പരീക്ഷണം എന്ന നിലയിൽ നാരകത്തിൻ്റെ ബഡ് ചെയ്ത തൈകളും ജോർജ് വർഗീസ് തൻ്റെ തോട്ടത്തിൽ എത്തിച്ചിരിക്കുന്നു. താരതമ്യേന വലിപ്പം കൂടിയ ചെറുനാരങ്ങയാണ് ഡോക്ടർ ജോർജ് വർഗീസിൻ്റെ തോട്ടത്തിൽ കായ്ക്കുന്നത്. 3 മുതൽ 5 സെൻറ്റിമീറ്റർ വരെയുള്ള വ്യാസം നാരങ്ങയ്ക്കുണ്ട്. ഒരു ദിവസം 40 കിലോഗ്രാമിലേറെ നാരങ്ങ തോട്ടത്തിൽ നിന്ന് ലഭിക്കുന്നു. കിലോഗ്രാമിന് 100 രൂപ വരെ വില വിപണിയിലുണ്ട്. ഇതിൻ്റെ വിപണനമാണ് ഏറ്റവും വലിയൊരു വിഷയം. നമുക്ക് ഇവർ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് 40 രൂപ 50 രൂപയ്ക്കൊക്കെ നാരങ്ങ കൊടുക്കും. അത് ചെറിയ നാരങ്ങയാണ്. എൻ്റെ എന്ന് പറഞ്ഞാൽ ഏട്ടൊരു നല്ലൊരു മാങ്ങയുടെ അത്രയും വലിപ്പമുള്ള നാരങ്ങ. പക്ഷെ അവിടെ അവർ കടയിൽ ചെല്ലുമ്പോൾ അവർ പറയുന്ന ഇത് കിട്ടുന്നുണ്ടല്ലോ, ഇത്രയും 40 രൂപയ്ക്ക് കിട്ടുന്നുണ്ടല്ലോ എന്ന് പറയും. നമുക്ക് ഇത്രയും വെള്ളമൊക്കെ അടിച്ച് ജോലിക്കാരെ നിർത്തി ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് 40 രൂപയ്ക്കൊന്നും കൊടുക്കാൻ പറ്റും. നമുക്കൊരു 80 രൂപയെങ്കിലും മിനിമം കിട്ടിയെങ്കിലേ കൊടുക്കാൻ പറ്റൂ. ഞാനിവിടെ 80 രൂപ 100 രൂപ ആ വിലയ്ക്കൊക്കെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. പുളിപ്പ് രസമേറെ ഉള്ളതിനാൽ നാരങ്ങയ്ക്ക് വവ്വാൽ അടക്കമുള്ള പക്ഷികളുടെ ആക്രമണവുമില്ല. കൂർത്തുമൂർത്ത ദൃഢമായ മുള്ളുകൾ കാണ്ഡത്തിലുള്ളതിനാൽ നാരകമരത്തിന് മൃഗശല്യവുമില്ല. പഴുത്തു വീഴുന്ന നാരങ്ങ 2 ദിവസം കഴിഞ്ഞാലും തോട്ടത്തിൽ സുരക്ഷിതമായി തന്നെ കിടക്കും. കനമുള്ള തോടിൻ്റെ ആവരണമുള്ളതിനാൽ ദിവസങ്ങളോളം നാരങ്ങ ഫാം ഫ്രഷായി തന്നെ നിലനിൽക്കുന്നു. ഔഷധച്ചെടികളുടെ ഒരു അപൂർവ സങ്കേതം കൂടിയാണ് ഡോക്ടർ ജോർജ് വർഗീസിൻ്റെ കൃഷിയിടം. ഇവ ആയുർവേദ മരുന്ന് ഉൽപ്പാദനത്തിനും ഒപ്പം വിതരണത്തിനുമുള്ളതാണ്. ഞാൻ കൃഷി താല്പര്യമുള്ളതുപോലെ തന്നെ നിങ്ങൾ കാണുന്നവരും ഇത് അറിയുന്നവരും
കൃഷിയിൽ താല്പര്യപ്പെട്ട് അവരവരുടെ ആവശ്യമുള്ള കൃഷിയെങ്കിലും, സ്വന്തമായിട്ട് ആവശ്യമുള്ള കൃഷിയെങ്കിലും ചെയ്യുക. അപ്പോൾ വിഷമില്ലാത്ത ആഹാരം നമുക്ക് കഴിക്കാൻ പറ്റും. ഇവിടെ ഞാൻ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന മിക്കവാറും ഈ വെണ്ടയ്ക്ക തുടങ്ങിയ എല്ലാ ഐറ്റങ്ങളും ഞാൻ തന്നെ ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്. കഴിയാവുന്നിടത്തോളം പുറത്തുനിന്ന് അധികം വാങ്ങിക്കും. പിന്നെ ഉരുളൻകിഴങ്ങോ ഉള്ളിയോ അങ്ങനെയുള്ള ഐറ്റങ്ങളല്ലാതെ ബാക്കി എല്ലാ ഐറ്റങ്ങളും നമ്മളിവിടെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ ഏത് പ്രവൃത്തി ചെയ്യുന്ന ആളായാലും, അത് ഓഫീസിൽ വർക്ക് ചെയ്യുന്നതായാലും ഡോക്ടറായാലും ആരുമായാലും, അവർക്കൊക്കെ കൃഷി അവരവരുടെ വീടുകളിൽ ചെയ്യാൻ പറ്റുന്നതാണ്. സമയം കണ്ടെത്തി സമയം ഉണ്ടെങ്കിൽ തന്നെയും സാറിന് ചെയ്യാറില്ല. സമയം കണ്ടെത്തിയ ഒരു വലിയ വിഷയമൊന്നുമല്ല. കുറച്ച് സമയം ദിവസം ഒരു അരമണിക്കൂർ കൃഷിക്ക് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ വിഷമില്ലാത്ത, നമ്മുടെ പരമ്പരകൾക്ക് അസുഖമില്ലാത്ത നല്ലൊരു കൃഷി രീതി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും കൃഷി, ഏത് പ്രവൃത്തി ചെയ്യുന്നവരായാലും കൃഷി താല്പര്യപ്പെട്ട് ചെയ്യണം. ഒരു ആയുർവേദ വൈദ്യ വിദഗ്ധൻ എന്നതിനപ്പുറം ഒരു കാർഷിക പ്രവർത്തകൻ എന്നതിൽ ഡോക്ടർ ജോർജ് വർഗീസ് അഭിമാനം കൊള്ളുന്നു. അതിരൂക്ഷതയാർന്ന കൂർത്ത മുള്ളുകൾ പേറുന്ന നാരകച്ചെടിയെ കണ്ട് പണ്ടൊരു കാലം പഴമൊഴിയായി പറഞ്ഞുവത്രേ, നാരകം നട്ടിടം നാശമെന്ന്. എന്നാൽ കാർഷിക കേരളം ഇന്ന് അതിനെ പുതുമൊഴിയാക്കി മാറ്റി. നാരകം നട്ടാൽ നേട്ടം. കൊല്ലത്തെ ഡോക്ടർ ജോർജ് വർഗീസ് എന്ന ഈ നാരക കർഷകനും സമൂഹത്തോട് പങ്കുവയ്ക്കാനുള്ളത് ഇതുമാത്രം. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ കൃഷി ദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം 695043. ഫോൺ 0471 27318770. ഇമെയിൽ ddkrishitvom@gmail.com.